കർക്കിടക ഒന്നൊക്കെ അല്ലേ, ഒന്ന് അമ്പലത്തിൽ പോയാലോ? പ്രത്യേകിച്ച് ഈ മാസം എന്തെന്നില്ലാതെ ഞാൻ അമ്പലത്തിൽ പോകും. കാരണം എന്തോ ഒരു പേടിയാണ് കർക്കിടകം എന്ന് കേൾക്കുമ്പോഴേ. അതുകൊണ്ട് ഇന്ന് അമ്പലത്തിൽ പോകാനുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് നിങ്ങൾ എൻ്റെ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോർമലി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള ബ്യൂട്ടി ബ്ലോഗേഴ്സ് ചെയ്യുന്ന പോലെയൊന്നും അല്ല. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ വളരെ സിമ്പിളാണ്. പൗഡർ, പൊട്ട് ആൻഡ് കൺമഷി, കുറച്ച് ലിപ്സ്റ്റിക്. ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ സാധനങ്ങളൊന്നും ഒരുങ്ങാനില്ലാത്തത് കൊണ്ടല്ല. ഞാൻ ഒരു വട്ടം +2 സാധനങ്ങളൊക്കെ ഇങ്ങനെ സ്ട്രോപ്പ് ക്രീം ഒക്കെ ഇട്ടുകൊണ്ട് പോയി. പക്ഷെ അന്ന് തന്നെ ആൾക്കാർ കണ്ടുപിടിച്ചു. കാരണം ഞാൻ ചുക്കിയൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന പോലെ വട്ടത്തിൽ ചുമപ്പിച്ചാണ് ഇട്ടുകൊണ്ട് പോയത്. അയ്യോ ദേണ്ട, ഒരു സൈഡിൽ നിന്ന് കെട്ടി വെക്കുമ്പോൾ അങ്ങേപ്പുറത്തുനിന്ന് ഇളകി വരും. ദിസ് ഈസ് വാട്ട് ഐ സെറ്റ്. ഇതുവരെ മുടി പോലും നേരെ ജീവ കെട്ടാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. എന്നാലും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി അമ്പലത്തിലെത്തി. 350 മീറ്ററേ ഉള്ളൂ വീട്ടിൽ നിന്ന്. സ്റ്റിൽ നടക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ പോയി. ഞാൻ അങ്ങനെ എന്നും അമ്പലത്തിൽ പോകുന്ന ആളല്ല. വിശേഷ ദിവസങ്ങൾ ലൈക്ക് 1-ാം തീയതികൾ, അല്ലെങ്കിൽ എൻ്റെ പിറന്നാൾ, വിഷു, ഓണം, അങ്ങനെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളിൽ മാത്രമേ കൂടുതലും ഞാൻ അമ്പലത്തിൽ പോകാറുള്ളൂ. അപ്പോൾ പോകുന്ന ദിവസം നമുക്കൊരു ഭയങ്കര പീസ് ഓഫ് മൈൻഡ് കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് തൊഴുതിട്ട് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ കോളേജിൽ പോകുന്ന പ്രമാണിച്ച് ഹോസ്റ്റലിലേക്ക് ഇടാനുള്ള കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നങ്ങാരകുളങ്ങരയുള്ള ലിവറ്റ് കളക്ഷൻസിൽ കയറി. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല ഡ്രസ്സാണ്. പക്ഷേ ഞാൻ ഒരുപാട് ഡ്രസ്സ് ഇപ്പം തന്നെ എടുത്തു. അതുകൊണ്ട് പിന്നെ അവിടുന്ന് വളരെ കുറച്ച് ഡ്രസ്സ് മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെ നല്ലൊരു വ്യൂവും കണ്ടിട്ട് വീട്ടിലേക്ക് പോയി. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വ്ലോഗ്. താങ്ക് യു.